ഞാൻ ഇവിടെ ഫാൻ വെച്ചിട്ടുണ്ട്. നിങ്ങളൊന്നും വിചാരിക്കരുത്, നല്ല ചൂടാണ് കേട്ടോ. ഫാൻ ഇല്ലാണ്ട് ഇവിടെ ഇരിക്കാൻ പറ്റില്ല, വിയർത്തൊഴുകും. അത് കാരണം കൊണ്ട് ഫാൻ വെച്ചിട്ടുണ്ട്. അത് കാരണം കൊണ്ട് എന്റെ കാർക്കൂന്തളങ്ങൾ കുറച്ച് പറക്കുന്നുണ്ടാവും. എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. യക്ഷിയുടെ വീഡിയോ ആണെന്നൊന്നും ആരും വിചാരിക്കരുത്. ഓക്കെ. ഹായ്, ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? വെൽക്കം ടു മൈ ചാനൽ. എന്റെ ചാനൽ പുതിയതായിട്ട് വന്നിട്ടുള്ള എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വെൽക്കം ടു മൈ ഫാമിലി. അപ്പൊ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു ചെറിയൊരു ഹെയർ കെയർ ടിപ്പാണ് കേട്ടോ. ഞാൻ മുമ്പിട്ടൊരു വീഡിയോ, നമ്മുടെ സ്ട്രീക്സിന്റെ ഹെയർ സെറ്റത്തെ കുറിച്ചിട്ട് ഞാൻ മുമ്പിട്ടൊരു വീഡിയോ ഒരു 10K വ്യൂസ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. അതിന്റെ ഒരു ഹാപ്പിനെസ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു, ഹെയർ കെയറിനോട് എല്ലാവർക്കും നല്ല താല്പര്യമാണെന്ന് തോന്നുന്നുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് ഒരുപാട് കമന്റ്സ് വരുന്നതിലും ഒരുപാട് മെസ്സേജസ് വരുന്നതിലും ഭൂരിഭാഗവും ഹെയറിനെ എങ്ങനെ കെയർ ചെയ്യാം എന്നുള്ള ചോദ്യങ്ങളാണ്. അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ എന്നോട് ചോദിച്ച് കാത്തിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. അതായത് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. ആ ഒരു രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നല്ലൊരു ഹെയർ മാസ്ക് എങ്ങനെ തയ്യാറാക്കാന്നാണ് ഇന്നത്തെ ഒരു വീഡിയോ പറയാൻ പോകുന്നത് കേട്ടോ. നമ്മൾ മുടി വളരാൻ വേണ്ടി ഒരുപാട് വെളിച്ചെണ്ണയും അതുപോലെ തന്നെ കണ്ട പ്രൊഡക്ട്സും ഒക്കെ യൂസ് ചെയ്യാറുണ്ട് അല്ലെ. പക്ഷേ മുടി വളർച്ചയ്ക്കും മുടി കൊഴിച്ചിൽ തടയാൻ വേണ്ടിയിട്ടും ഹെയർ മാസ്കിന് വലിയൊരു പങ്കുണ്ട് കേട്ടോ. അപ്പൊ അത്തരത്തില് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗപ്രദമാകുന്ന ഒരു ഹെയർ മാസ്ക് ആണ് ഞാൻ ഇന്ന് പങ്കുവെക്കാൻ പോകുന്നത്. ആണുങ്ങൾ ആരും സ്കിപ്പ് ചെയ്ത് പോണ്ട കേട്ടോ. മുടി ഞങ്ങള് പെണ്ണുങ്ങൾക്ക് മാത്രമല്ല ഉള്ളത്, നിങ്ങൾക്കും ഉണ്ട്. അപ്പൊ നിങ്ങൾക്കും കൂടി യൂസ്ഫുൾ ആവുന്ന ഒരു ടിപ്പാണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത്. പിന്നെ ഈ ഒരു രണ്ട് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഇതില്ലാത്ത കേരളത്തിൽ ഒരു വീട് പോലും ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. കാരണം അത്രയും നമ്മൾ ഡെയിലി ലൈഫിലൊക്കെ യൂസ് ചെയ്യുന്ന രണ്ട് ഇൻഗ്രീഡിയന്റ് ആണ് ഞാൻ ഇപ്പൊ പറയാൻ പോകുന്നത്. ഇത് രണ്ടും കൂടി ചേർത്ത് രണ്ടും കൂടി മാസ്ക് ആണ്. അത് യൂസ് ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് നിങ്ങൾ എന്തായാലും എന്നോട് പറയണം കേട്ടോ. അപ്പോ നമുക്ക് എന്താന്ന് നോക്കാം. അപ്പൊ ഈ ഒരു ഹെയർ മാസ്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് ആവശ്യമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിൽ ഒന്നാണ് കഞ്ഞിവെള്ളം. കഞ്ഞിവെള്ളം ഇല്ലാത്ത വീടുണ്ടാവില്ല അല്ലെ. എല്ലാ വീട്ടിലും നമ്മൾ എല്ലാവരും കഞ്ഞി പിടിക്കുന്ന ആൾക്കാരാണ്, നമ്മൾ എല്ലാവരും ചോറുണ്ടുന്ന ആൾക്കാരാണ്. അപ്പൊ എന്തായാലും കേരളത്തിലെ വീടുകളിൽ കഞ്ഞിവെള്ളം ഉണ്ടാവാണ്ടിരിക്കില്ല. സോ കഞ്ഞിവെള്ളമാണ് ഒരു ഇൻഗ്രീഡിയന്റ്. അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് കുറച്ച് മുരിങ്ങയില. ഈ രണ്ട് ഇൻഗ്രീഡിയൻസും കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു ഹെയർ മാസ്ക് തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത്. മുടിക്ക് നല്ല കറുപ്പ് നിറം നൽകാനും അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ തടയാനും വേണ്ടി സഹായിക്കുന്നതാണ് കേട്ടോ കഞ്ഞിവെള്ളവും ഈ ഒരു മുരിങ്ങ ഇലയും കൂടിയിട്ടുള്ള ഈ ഒരു ഹെയർ മാസ്ക്. അപ്പൊ എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്നതാണ്. ഈ മുടി കൊഴിച്ചിൽ തടയാൻ മാത്രമല്ല, മുടി നല്ല സ്ട്രോങ് ആക്കി വെക്കാനും നമ്മുടെ ഈ ഒരു ഹെയർ മാസ്ക് ഹെൽപ്പ് ചെയ്യും കേട്ടോ. നമ്മൾ ഒരുപാട് കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങി ഹെയർ മാസ്കിന് വേണ്ടി യൂസ് ചെയ്യുന്നതിന് പകരം ഇത്തരം നേച്ചറിൽ നിന്ന് എടുക്കുന്ന ഇൻഗ്രീഡിയൻസ് ചേർത്തുള്ള ഒരു ഹെയർ മാസ്ക് തയ്യാറാക്കി നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും നമ്മുടെ മുടിക്ക് ഡാമേജ് ഉണ്ടാവില്ല. മറ്റുള്ള പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അതിന്റെ സൈഡ് എഫക്ട്സ് എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ. അപ്പൊ ആദ്യം നമുക്ക് വേണ്ടത് തലേ ദിവസം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കഞ്ഞിവെള്ളം. അതായത് പിറ്റേ ദിവസത്തേക്ക് കുളിച്ചിട്ട് ഒരു നല്ല കട്ടിയായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലുള്ള ഒരു കഞ്ഞിവെള്ളം നമ്മൾ എടുത്ത് പുറത്ത് കളയാറുണ്ട് അല്ലെ. സോ അങ്ങനത്തെ കഞ്ഞിവെള്ളമാണ് നമുക്ക് ആവശ്യം. ഇനി തൊട്ട് പറയണ അമ്മോട്, അമ്മ കഞ്ഞിവെള്ളം കൊണ്ടേ പശുവിന് കൊടുക്കരുത്, എനിക്ക് വേണം, എനിക്ക് തലയിൽ തേക്കാൻ വേണം എന്ന് പറഞ്ഞോളൂ കേട്ടോ. അപ്പൊ നമ്മള് പണ്ട് കാലത്ത് അമ്മമാരൊക്കെ തലയിൽ കഞ്ഞിവെള്ളം തേക്കുന്നത് കണ്ടിട്ടില്ല അല്ലെ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുടിക്ക് അപ്പോഴേ തന്നെ, അതായത് പണ്ട് കാലം തൊട്ട് തന്നെ യൂസ് ചെയ്ത് വരുന്നതാണ് ഈ ഒരു കഞ്ഞിവെള്ളം എന്ന് പറയുന്നത്. മുടിക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള, മുടി നല്ലപോലെ നല്ല സ്ട്രോങ് ആയി മുടിക്ക് എല്ലാ ഗുണങ്ങളും നൽകുന്നൊരു കാര്യമാണ് നമ്മുടെ കഞ്ഞിവെള്ളം എന്ന് പറയുന്നത്. അപ്പൊ ഒരു ഇൻഗ്രീഡിയന്റ് കഞ്ഞിവെള്ളമാണ്. അപ്പൊ ഈ തലേ ദിവസം എടുത്തു വെച്ചിട്ടുള്ള ഈ ഒരു കഞ്ഞിവെള്ളം എന്ന് പറയുന്നത് ഒരു നിങ്ങളുടെ മുടി എത്രയുണ്ടോ അത്രയും ഒരു റേഷ്യോയിൽ വേണം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി കേട്ടോ. അപ്പൊ കഞ്ഞിവെള്ളം എടുക്കുക. അതുപോലെ തന്നെ വീട്ടിൽ മുരിങ്ങയില ഉണ്ടാവും, അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലെങ്ങാനും ഉണ്ടാവും. കാരണം ഏകദേശം എല്ലാ വീടുകളിലും മുരിങ്ങ ചെടിയൊക്കെ വെച്ച് പിടിപ്പിക്കാറുണ്ട് അല്ലേ. അപ്പൊ മുരിങ്ങയില എടുക്കുക. അതും നിങ്ങളുടെ ഹെയർ എത്രത്തോളം ഉണ്ടോ അത് സമാസമം അങ്ങനെ എടുക്കുക കേട്ടോ. കാരണം നമുക്ക് അത് അരയ്ക്കാനുള്ളതാണ്. അപ്പൊ ഈ ഒരു കഞ്ഞിവെള്ളം അതുപോലെ തന്നെ ഈ ഒരു മുരിങ്ങയിലയും കൂടി ചേർത്തിട്ട് മിക്സിയിൽ നന്നായി അടിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് അടിച്ചെടുത്തതിന് ശേഷം ഒരു നല്ല പേസ്റ്റ് പോലെ ആവണം. അതായത് നമുക്ക് ഹെയറിൽ ഒഴുകി പോകുന്ന ഒരു രീതിയിലാവരുത്. അപ്പൊ നല്ല പേസ്റ്റ് പോലെ അത് ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. സ്കാൽപ്പിലും അതുപോലെ തന്നെ നമ്മുടെ ഹെയറിൽ ഫുൾ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുന്ന തരത്തിൽ അത്രത്തോളം വേണം. അപ്പൊ നിങ്ങളുടെ മുടി എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ച് നിങ്ങൾ ഈ ഒരു മുരിങ്ങയിലും അതുപോലെ തന്നെ ഈ ഒരു കഞ്ഞിവെള്ളം യൂസ് ചെയ്യണം. തേച്ച് കൊടുത്ത് ഒരു 15 മിനിറ്റോളം വെച്ചതിന് ശേഷം ഷാമ്പുവോ അല്ലെങ്കിൽ ചുമ്മാ കഴുകി കളയാം. അല്ലെങ്കിൽ ഇതിന്റെ മണം ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട്.
അപ്പൊ അവരെന്താ ചെയ്യുക, വല്ല ഷാമ്പു യൂസ് ചെയ്ത് കഴുകി കളയാ, അല്ലെങ്കിൽ മണം ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് സെറം തേക്കാം കേട്ടോ, ഹെയർ സെറം തേക്കാം. ഇത് യൂസ് ചെയ്ത് ഈ ഒരു വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമുക്ക് ഹെയർ സെറം യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ അത്ര സ്മെല്ല് വരില്ല. ഇത് തേക്കുന്ന വീഡിയോ ഒന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ, കാരണം എന്റെ മോള് ഒരു രക്ഷ ഇത് തേച്ചിരിക്കുമ്പോഴൊന്നും എന്നെ ഒന്നിനും സമ്മതിക്കുന്നുണ്ടായില്ല കേട്ടോ. അപ്പൊ ആ തേക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പൊ എല്ലാവരും വീഡിയോ കണ്ടല്ലോ. അപ്പൊ എന്തായാലും നിങ്ങൾ എല്ലാവരും ഈ ഒരു ഹെയർ മാസ്ക് ട്രൈ ചെയ്ത് നോക്കാം. കാരണം ഇതെല്ലാം നമ്മുടെ വീട്ടിൽ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സാധനങ്ങളാണല്ലേ. ഇപ്പൊ എല്ലാവരും ഈ ഒരു അടിപൊളി ഹെയർ മാസ്ക് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ മുടി നല്ല കറുത്ത്, അതുപോലെ തന്നെ മുടി കൊഴിച്ചിലൊക്കെ കുറഞ്ഞ് നല്ല ഹെൽത്തി ആയിട്ടിരിക്കാൻ ഞാനും ആശംസിക്കുന്നു കേട്ടോ. അപ്പൊ ഇന്ന് ഞാൻ ഈ ഹെയർ മാസ്ക് യൂസ് ചെയ്തതിന് ശേഷമുള്ള റിസൾട്ടാണ് കേട്ടോ ഇപ്പൊ എൻ്റെ ഈ കാണുന്ന ഈ മുടി എന്ന് പറയുന്നത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു മാസ്ക് ആണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള മുടി കിട്ടാൻ വേണ്ടിയിട്ട് എന്തായാലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനിയും തുടർന്ന് ഇതുപോലുള്ള ഹെയർ മാസ്കിൻ്റെയും ഹെയർ ഓയിൽസിൻ്റെയും നല്ല ഹെയർ കെയർ ടിപ്സൊക്കെ ആയിട്ട് ഞാൻ വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി തന്നെ ചെയ്യണം. ഈ ഒരു ഹെയർ മാസ്ക് നിങ്ങൾ വീക്ക്ലി വൺസ് യൂസ് ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ ഒരു 4 വീക്സ് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ അന്ന് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടി തുടങ്ങും കേട്ടോ. അപ്പൊ എന്തായാലും ഈ ഒരു ഹെയർ മാസ്ക് ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക, എത്ര പേർക്ക് റിസൾട്ട് കിട്ടുമെന്ന് നോക്കട്ടെ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.